ഗോദാവരി നദിയെ വൃദ്ധഗംഗയെന്നും പഴയ ഗംഗയെന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രയംബകേശ്വർ എന്ന സ്ഥലത്തു നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഈ നദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ. അപ്പോൾ ഗോദാവരിയുടെ ഉത്ഭവസ്ഥലം ത്രയംബകേശ്വർ, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രയംബകേശ്വർ. ഈ നദി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പതനം ബംഗാൾ ഉൾക്കടൽ. അതിൻ്റെ നീളം 1465 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഈ 3 ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കുക. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഗോദാവരിയാണ് ആൻസർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. ഗോദാവരി ഡെൽറ്റയിലെ കുറുങ്ക കണ്ടൽക്കാടുകൾ ഇന്ത്യയിലെ 3ാമത്തെ വലിയ കണ്ടൽക്കാടുകളാണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ്. കുറിങ്ക കണ്ടൽക്കാടുകൾ ഗോദാവരി ഡെൽറ്റയിലാണ് കാണപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ 3ാമത്തെ വലിയ കണ്ടൽക്കാടുകളാണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ്. കുറിങ്ക കണ്ടൽക്കാടുകൾ ആന്ധ്രാപ്രദേശിലാണ്. ഗോദാവരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ. ഗോദാവരിയുടെ തീരത്ത് 12 വർഷം കൂടുമ്പോൾ പുഷ്കാരം എന്ന സ്നാന മഹോത്സവം അരങ്ങേറാറുണ്ട്. ഗോദാവരിയുടെ തീരത്ത് 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹോത്സവം പുഷ്കാരം. പുഷ്കാരം എന്ന മഹോത്സവം നടക്കുന്നത് ഗോദാവരിയുടെ തീരത്താണ്. 12 വർഷം കൂടുമ്പോഴാണ്. ഗോദാവരി നദിയുടെ പോഷക നദികൾ പൂർണ്ണ, ഇന്ദ്രാവതി, പ്രാൺഹിത, വെൻഗംഗ, വാർധ, മാനാർ, മഞ്ചീര, ശബരി, ഗൗതമി, പെൻഗംഗ. ഗോദാവരി നദിയുടെ ഏറ്റവും വലിയ പോഷക നദി പ്രാൺഹിത. ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീര. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. ഗോദാവരി നദിയിലെ പ്രധാന ഡാമുകൾ. ജേക്വാഡി ഡാം. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ പൈതൽ താലൂക്കിൽ. ശ്രീരാം സാഗർ അണക്കെട്ട്, അതായത് പോച്ചബോർഡ് അണക്കെട്ടെന്നും അറിയപ്പെടുന്നു. ഇത് തെലങ്കാനയിലെ നിസാമാബാദ് ജില്ലയിലാണ്. ജേക്വാഡി ഡാം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ, ശ്രീരാം സാഗർ അണക്കെട്ട് തെലങ്കാനയിലെ നിസാമാബാദ് ജില്ലയിൽ. ജില്ലയിലെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണിത്. വാറങ്കൽ നഗരത്തിന് കുടിവെള്ളം നൽകുന്നു. ഡാം സൈറ്റിൽ ഒരു ജലവൈദ്യുത നിലയവും സ്ഥിതി ചെയ്യുന്നു. അടുത്ത പോളവാരം പദ്ധതി. ആന്ധ്രാപ്രദേശിലെ ഏലൂർ ജില്ലയിലാണ് ഈ പദ്ധതി. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ദേശീയ പദ്ധതി പദവി നൽകിയിട്ടുണ്ട്. പ്രസിദ്ധമായ പാപ്പിക്കൊണ്ട ദേശീയോദ്യാനം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയുടെ തീരത്താണ്. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയുടെ തീരത്താണ് പാപ്പിക്കൊണ്ട ദേശീയോദ്യാനം. അടുത്തത് ഗംഗാപൂർ ഡാം. മഹാരാഷ്ട്രയിൽ ഗോദാവരി നദിയിലാണ് ഈ ഡാം.